വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്നവരുടെ പുനരധിവാസത്തിന് കൈകോർത്ത് ചെറുപുഴ അയ്യപ്പ ക്ഷേത്രവും ക്ഷേത്രം ഫണ്ടിൽ നിന്നുള്ള തുകയും മാതൃസമിതി സമാഹരിച്ച തുകയും ക്ഷേത്രനടയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. അയ്യപ്പ ക്ഷേത്രം പ്രസിഡന്റ് എസ് കുമരേശനിൽ നിന്നും ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ തുക ഏറ്റുവാങ്ങി. മരിച്ചുപോയവരുടെ ജീവൻ മാത്രം രക്ഷപ്പെട്ട് വിശേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഏറ്റവും അടിസ്ഥാന സൗകര്യങ്ങൾ മുതൽ ലഭ്യമാക്കേണ്ട ചുമതലയുണ്ട് നമുക്ക് ഓരോരുത്തരും. ഇതിലേക്കായി ചെറുപുഴ അയ്യപ്പ ക്ഷേത്രവും പങ്കാളികളാകുന്നു എന്നതിൽ ഒത്തിരി അഭിമാനമുണ്ട്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇതിനായി ഒരുമിച്ച് കൈകോർക്കുന്ന ഈ സമയത്ത് ചെറുപുഴ അയ്യപ്പ ക്ഷേത്രത്തിലെ ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും എല്ലാവരും ചേർന്ന് തരുന്ന ഈ തുക അതിലേക്കൊരു മുതൽക്കൂട്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ആ ദുരന്തമാണ് ഈ കേരളത്തിൽ നമ്മളെ നാട്ടിൽ സംഭവിച്ചത്. ഇത് നാളെ എവിടെയും എപ്പോഴും ആർക്കും സംഭവിക്കാം. പക്ഷേ ഈശ്വരൻ അവർക്കെല്ലാം ആത്മാവിന് ശാന്തി നേരട്ടെ. അതോടൊപ്പം തന്നെ നമ്മളെ അമ്പലവും അമ്പലത്തിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും അമ്പലത്തിൻ്റെ മാതൃസമിതിയും അതേപോലെ നമ്മളെ ക്ഷേത്രത്തിലെ മുൻ ഭാരവാഹികളായി ഉണ്ടായവരും എല്ലാവരും അകമഴിഞ്ഞ് സഹായിച്ച ഒരു സംഖ്യ. ഇതെല്ലാം ഒന്നുമല്ല നമ്മൾ കൊടുക്കേണ്ടത്. ലക്ഷക്കണക്കിന് രൂപയാണ് നമ്മൾ അവിടെ കോടിക്കണക്കിന്, എത്ര കോടി എന്ന് പറയാൻ കഴിയില്ല. അതൊരു ദേശീയ ദുരന്തമായിട്ട് വരേണ്ടതാണ്. പക്ഷേ ഭഗവാൻ നമ്മൾക്ക് തന്ന കഴിവിന് ഒരു ചെറിയൊരു വിഹിതം ഇതേപോലെ 2018 ഇതേപോലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെയാണ് നമ്മൾ അന്നത്തെ ദുരന്തത്തിൻ്റെ സാമ്പത്തികം കൈമാറിയത്. അതേപോലെ ഇന്നും ഒരു ചെറിയ എളിയ സംഖ്യ ഡി.ഡി. അവരെ ഏൽപ്പിക്കുകയാണ്. വളരെ നമ്മുടെ ക്ഷേത്ര കമ്മിറ്റിക്കും അതുപോലെ നാട്ടുകാർക്കും എല്ലാം ആ ദുഃഖത്തിൽ നമ്മളും പങ്കാളികളായി അവിടെ വയനാടിനെ പുനരുദ്ധരിക്കേണ്ട ഒരു കടമ നമുക്ക് ഓരോ മലയാളിയും. അതുകൊണ്ട് ചെറുപുഴ അയ്യപ്പ ക്ഷേത്ര കമ്മിറ്റി കൂടി തീരുമാനിച്ചതിൻ്റെ ഒരു വിഹിതം നമ്മുടെ ക്ഷേത്രത്തിൽ കൊടുക്കാൻ പറ്റുന്ന വിഹിതം പഞ്ചായത്ത് മുഖാന്തരം വൈസ് പ്രസിഡന്റ് ഇവിടെ എത്തിച്ചേർന്നിട്ട് അദ്ദേഹത്തിന് ഇപ്പം കൊടുക്കുകയാണ്. CNDRFിലേക്കുള്ള ക്ഷേത്രത്തിൻ്റെ സംഭാവനയാണ് ഇപ്പോൾ ഇവിടെ കൈമാറുന്നത്. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ എം ബാലകൃഷ്ണൻ, ക്ഷേത്രം ഭരണസമിതി സെക്രട്ടറി CM രഘു എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. സ്വർണം പണയം വെക്കുക, കൂടിയ തുക വാങ്ങുക, എങ്ങനെയെന്നൊന്നും ചോദിക്കേണ്ട. നേരെ ക്യാപിറ്റൽ ഫിനാൻസിയേഴ്സിലേക്ക് വന്നോളൂ. കൂടിയ മൂല്യമുള്ള സ്വർണം പണയപ്പെടുത്തി കുറഞ്ഞ തുക വാങ്ങേണ്ട കാര്യമില്ലല്ലോ. ഇനി സ്വർണ്ണ പണയത്തിന്മേൽ കൂടുതൽ തുകയുമായി സംതൃപ്തിയോടെ വീട്ടിലേക്ക് മടങ്ങാം. മറ്റു ബാങ്കുകളിൽ കുറഞ്ഞ തുകയ്ക്ക് പണയത്തിലിരിക്കുന്ന സ്വർണം തിരികെ എടുത്ത് കൂടുതൽ തുകയ്ക്ക് പണയം വെക്കാം. സ്വർണ്ണ പണയത്തിന്മേൽ EMI തവണ വ്യവസ്ഥ സൗകര്യവും 25 വർഷത്തെ പാരമ്പര്യമുള്ള ക്യാപിറ്റൽ ഫിനാൻഷിയേഴ്സ് കരുവഞ്ചാലിലും ചെറുപുഴയിലും. കൂടിയ മൂല്യമുള്ള സ്വർണം വെച്ചിട്ട് കുറഞ്ഞ തുക ലോൺ എടുക്കണം. 1 പവൻ സ്വർണത്തിന് 48,000 രൂപ വരെ വായ്പ നൽകും. ഗ്രാമിന് 6,000 രൂപയും. സ്വർണം പണയം വെക്കാൻ ഇനി ഒട്ടും ബുദ്ധിമുട്ടേണ്ട. നേരെ ക്യാപിറ്റൽ ഫിനാൻഷിയേഴ്സിലേക്ക് വന്നോളൂ. ക്യാപിറ്റൽ ഫിനാൻഷിയേഴ്സ്, ഹെഡ് ഓഫീസ് കരുവഞ്ചാൽ, ബ്രാഞ്ച് ചെറുപുഴ. മൊബൈൽ 9495 953 291 9961 370 822.